Hello dears, welcome to my channel. It's me Sahla. നന്നാരി സിറപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള 3 സർബത്താണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഈ ചൂടുകാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല ഒന്നാം തരം ദാഹശമനിയാണ് ഈ നന്നാരി സർബത്ത്. 3 ഡിഫറെന്റ് ടേസ്റ്റിലുള്ള സർബത്താണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. ഒന്ന് മാംഗോ സർബത്ത്, ഒന്ന് മിൽക്ക് സർബത്ത്, പിന്നെ ഒരു നോർമൽ നന്നാരി സർബത്തും. അപ്പോൾ ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. മാംഗോ സർബത്ത് ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു പഴുത്ത മാങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/2 ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് അടിച്ചെടുക്കണം. മാംഗോ സർബത്തിനുള്ള മാംഗോ ജ്യൂസും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് സർബത്താക്കാൻ നോക്കാം. 3 സർബത്തിനായിട്ട് ഞാൻ 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി ഈ 3 ഗ്ലാസ്സിലേക്കും 2 ടേബിൾ സ്പൂൺ വീതം നന്നാരി സിറപ്പ് ഒഴിക്കാം. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നന്നാരി സിറപ്പാണ്. ഇത് പുറത്ത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഈ നന്നാരി സിറപ്പിൽ തന്നെ മധുരം ഉണ്ടാകും. എക്സ്ട്രാ മധുരമൊന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട. നന്നാരി അല്ലെങ്കിൽ നറുനീണ്ടി എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത്. ശരീരത്തെ തണുപ്പിക്കാനൊക്കെ ഇതിന് നല്ല കഴിവുണ്ട്. ഇനി ഈ ഗ്ലാസ്സിലേക്ക് നമ്മൾ അടിച്ചു വെച്ച മാംഗോ ജ്യൂസ് ഒഴിക്കാം. മാങ്ങ അടിച്ചപ്പോൾ മധുരമൊന്നും ചേർത്തിട്ടില്ല. ഈ നന്നാരി സിറപ്പിൽ തന്നെ മധുരം ഉണ്ടാകും. ഇനി മിൽക്ക് സർബത്ത് ഉണ്ടാക്കുന്നതിനായിട്ട് അടുത്ത ഗ്ലാസ്സിൽ നമുക്ക് പാലൊഴിക്കാം. നല്ല തണുത്ത പാലാണിത്. ഈ നന്നാരി സർബത്ത് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല തണുപ്പുണ്ടായിരിക്കണം. അപ്പോഴായിരിക്കും അതിന് കൂടുതൽ ടേസ്റ്റ്. ഈ 3ാമത്തെ ഗ്ലാസ്സിൽ ഞാൻ നോർമൽ നന്നാരി സർബത്താണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് അരമുറി നാരങ്ങയുടെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല ചിൽഡ് വാട്ടർ വേണം. ഇനി ഓരോ ഗ്ലാസ്സും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മാംഗോ സർബത്തിൽ വെച്ചിരിക്കുന്ന മാംഗോ ജ്യൂസിന് അധികം കട്ടിയൊന്നും വേണ്ട. കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. പിന്നെ നല്ല മധുരമുള്ള മാങ്ങയേക്കാൾ കൂടുതൽ ടേസ്റ്റ് കുറച്ച് പുളിയും മധുരമൊക്കെ ഉള്ള മാങ്ങക്കായിരിക്കും. കാരണം ഇതിൽ വെച്ചിരിക്കുന്ന നന്നാരി സിറപ്പിന് നല്ല മധുരമുണ്ട്. അപ്പോൾ ഈ മാങ്ങയുടെ മധുരവും പുളിയും ഒക്കെ കൂടെ കൂടി ചേരുമ്പോഴായിരിക്കും ഒരു നല്ല ടേസ്റ്റ്. പിന്നെ ഈ മിൽക്ക് സർബത്തിലും നാരങ്ങ സർബത്തിലും ഒക്കെ നമുക്ക് വേണമെങ്കിൽ ബ്ലാക്ക് കസ്കസ് ചേർക്കാം. ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത കസ്കസ് ഇതിലേക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുള്ളവർക്ക് അതും കൂടി ചേർക്കാം. നല്ല പോലെ തണുപ്പിച്ചിട്ട് വേണം സർബത്ത് കുടിക്കാനായിട്ട്. ഇതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സർബത്ത് എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായമൊക്കെ അറിയിക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.